കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർ വരെ പോയി ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി ആയിട്ടുള്ള മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗു എന്നുള്ള ഐമാക്സ് 3D മൂവി ഫാമിലിയോടൊത്ത് ബ്രോഡ്വേ ഐമാക്സ് വിത്ത് ലേസർ വെന്യൂവിൽ കണ്ട എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്റ്റാർ വാർസ് ദ മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗു, ഡയറക്റ്റഡ് ബൈ ഹാപ്പി ഹോഗൻ എ.കെ.എ. ജോൺ ഫാവറു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആളെ മാർവല് അയൺമാൻ്റെ ഡ്രൈവറായിട്ടും ഫ്രണ്ടായിട്ടൊക്കെ. അപ്പോൾ മച്ചാനാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിന് മുന്നേ മച്ചാൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ ലയൺ കിങ്, ജംഗിൾ ബുക്ക്, അയൺമാൻ 1, 2, പിന്നെ കുറച്ച് അങ്ങനത്തെ സിനിമകളെല്ലാം. അപ്പോൾ എനിക്ക് ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെ നിൽക്കുകയാണ് ഞാനിത് ബ്രോഡ്വേ സിനിമാസ് ഐമാക്സിൽ പോയി കാണാമെന്ന് വിചാരിച്ചത്. ഐമാക്സ് വിത്ത് ലേസർ വെന്യൂവിൽ, XT ഐമാക്സ് വിത്ത് 12 ചാനലാണ്. അപ്പോൾ അവിടെ തന്നെ പോയി കാണാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എന്നേലും എൻ്റെ അമ്മയും അതുപോലെ തന്നെ വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കൊണ്ടുപോയി ബ്രോഡ്വേ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഷോർട്ട് ടൂറ് ഞങ്ങൾ അങ്ങോട്ടേക്കാക്കി, കോയമ്പത്തൂരേക്ക്. അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് വേറെ തിയേറ്റേഴ്സും പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി സിങ്കായി വന്നു. ഞങ്ങൾ ഇവിടുന്ന് കാർ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സിനിമ ബ്രോഡ്വേ ഐമാക്സ് വിത്ത് ലേസറിലാണ് ഞാൻ കണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ ദ എക്സ്പീരിയൻസ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ്. അതിനെപ്പറ്റിയുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. എന്തായാലും ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസിനെ അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു 3D മൂവിയാണ്. അത് ഐമാക്സ് 3Dയിൽ ഏറ്റവും നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് പോയത്. പക്ഷേ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നല്ലതായിട്ട് തോന്നിയെങ്കിൽ പോലും ഇതിൻ്റെ 3D ഏറ്റവും മികച്ച രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു ഇഷ്യൂ അറ്റ് ബ്രോഡ്വേ ഞങ്ങൾ ഫേസ് ചെയ്തത് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ബ്രോഡ്വേ പറ്റി പറയേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സിനിമയുടെ അഭിപ്രായം പറയുന്നതിൻ്റെ ഇടയിൽ കയറ്റി അത് പറയേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇതൊരു ആക്ഷൻ പാക്ഡ് കിഡിലൻ എൻ്റർടൈനർ മൂവിയായിരുന്നു. എൻ്റെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, അതായത് അനുപയുടെ അച്ഛനും അമ്മ, അനുപ, ഞാൻ, എൻ്റെ അമ്മ എല്ലാവരും കൂടിയാണ് ഈ സിനിമ കാണാൻ പോയത്. ഭയങ്കര ഫൺ പടമായിരുന്നു. എസ്പെഷ്യലി ഓൾ താങ്ക്സ് ടു ഗ്രോഗു. ഗ്രോഗു വാസ് ദ ഹൈലൈറ്റ്, ദ USP ഓഫ് ദ മൂവി. ഒന്നും പറയാനില്ല. അന്യായ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത ആൾക്കും അത് എഴുതിയ ജോർജ് ലൂക്കസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അമേസിങ്. സ്റ്റാർ വാർസിൻ്റെ ഒരു കട്ട ഫാനാണ് ഞാൻ. ഈ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം എന്താ പറയുക, മാൻഡലോറിയൻ എന്നുള്ള സീരീസ് സീസൺ 1, അതിനുശേഷം സീസൺ 2, പിന്നെ ബോബ ഫെറ്റ് എന്നുള്ള സീരീസ്, അതിനുശേഷം മാൻഡലോറിയൻ സീസൺ 3, അസോക്ക, ഇതെല്ലാം കണ്ടിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കൊണ്ടുപോയി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതൊന്നും കാണാതെ തന്നെ ഇവരെല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ള. കാരണം ഗ്രോഗു അത്രയും ഒരു ലവബിൾ ക്യാരക്ടറാണ്. ഗ്രോഗുവിനെ കണ്ടിട്ട് ആർക്കും ഒരു തവണയെങ്കിലും ഒന്ന് എടുത്ത് കൊഞ്ചിക്കാനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നും. അത്രയും രസമാണ്, അത്രയും ഒരു ലവബിൾ, ഒരു വെൽ ഡിസൈൻഡ് ക്യാരക്ടർ, സൂപ്പറായിട്ട്. അത് ഇതിനകത്ത് പെർഫോം ചെയ്ത ആരായിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു റോബോട്ടിക്സ് ആണോ അല്ലെങ്കിൽ അത് പപ്പട്രി ആണോ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ദാറ്റ് ഈസ് ബീൻ ഡൺ സോ വെൽ. ഇതൊരു അമാൽഗമേഷനാണ്. VFX, പപ്പട്രി എല്ലാം കൂടി ചേർന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലായി. എന്തായാലും അടിപൊളിയായിട്ട് അത് യു ക്യാൻ വാച്ച് ദിസ് മൂവി ഓൺലി ടു വാച്ച് ഗ്രോഗു എന്ന് വേണം എനിക്ക് പറയാം. അത്രയും രസമാണ് ഗ്രോഗു എന്നുള്ള ആ ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളുടെ വീട്ടിൽ നെവ്യൂസ്, നീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ദിസ് മൂവി ഇസ് ഫോർ എവ്രിബഡി. ഇതൊരു ക്ലീൻ യു പടമാണ്. അതുകൊണ്ട് തന്നെ കൊണ്ട് കാണിക്കും, ഭയങ്കര രസമായിരിക്കും. ഇത് ഐമാക്സിൽ കണ്ടാൽ ഭയങ്കര നല്ലതായിരിക്കും. ഞാനതങ്ങനെ പറയാൻ കാരണം എനിക്ക് എക്സ്പീരിയൻസ് മോശമായിട്ട് കൂടി ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം 3D ഗ്ലാസിൻ്റെ ഇഷ്യൂ ആയിരുന്നു, അതുപോലെ ബ്രൈറ്റ്നസിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അത് മറ്റുള്ള സ്ഥലങ്ങളിൽ അത്രയും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഷോയിന് പറ്റിയ ഇഷ്യൂ ആവാം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഈ ഒരു സിനിമ LED സ്ക്രീൻസിൽ വിത്ത് ആക്റ്റീവ് 3D കളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോൾബി സിനിമ വെന്യൂ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹൈദരാബാദാണോ, നിങ്ങൾ പൂനെയാണോ, നിങ്ങൾ ബാംഗ്ലൂരാണോ, നിങ്ങൾ തൃച്ചിയാണോ, ഗോ ടു ദ നിയറസ്റ്റ് ഡോൾബി സിനിമ വെന്യൂ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ഡോൾബി സിനിമ 3D. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമ ഇസ് ടൈലർ മെയ്ഡ് ഫോർ PLF സ്ക്രീൻസ്. അപ്പോൾ PLF സ്ക്രീനിൽ പോയി ഈ സിനിമ കാണാൻ നോക്കുക, ഭയങ്കര സുഖം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ക്രീൻ X ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള സ്ക്രീൻ, ഇത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ലേസർ 4DX ഉണ്ടെങ്കിൽ ഈ സിനിമ അടിപൊളിയായിരിക്കും അവിടെ എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എന്തായാലും ഞാൻ
എന്നീ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും, ഞാൻ അവിടെ റീവാച്ച് ചെയ്യുന്നുണ്ട് ഈ സിനിമ. കാരണം എനിക്കുണ്ടായ ഒരു പർട്ടിക്കുലർ അപ്പോഴത്തെ ഒരു പ്രശ്നം കൊണ്ട് ഈ സിനിമ കുറച്ച് റൂയിനായി എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കൂടെ വന്ന അനുഭവ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ മദർ ആയിക്കോട്ടെ, എൻ്റെ മദറിലോ ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും അതൊന്നും ഒരു ഇഷ്യൂ ആയിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഉള്ള തിയേറ്റർ ഓടി നടക്കുന്നവരല്ല ഇവരാരും. അത് മാത്രമല്ല, ഇവർക്ക് ആ 3Dയുടെ ഒരു പ്രോബ്ലം അനുഭയ്ക്ക് മനസ്സിലായി. കാരണം അനുഭ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ വരുന്ന ആളായതുകൊണ്ട് അനുഭയ്ക്ക് അങ്ങനെ ഒരു ഹിൻറ്റ് കിട്ടി. അനുഭ എന്നോട് പറഞ്ഞത് 3D അത്ര സെറ്റ് ആയിരുന്നില്ലല്ലോ എന്നുള്ള ഒരു സംസാരം അനുഭ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഇതിന് ശേഷം എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സ്, ഇന്ത്യയിൽ പല വേറെ വെന്യൂസിൽ കണ്ടവരെല്ലാവരും എന്നോട് പറഞ്ഞു 3D കിടലിനായിരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ എക്സ്പീരിയൻസ് കുളവാൻ. കാരണം എനിക്ക് കിട്ടിയ 3D ഗ്ലാസിൻ്റെ ഇഷ്യൂ ആയിരുന്നുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ അനുഭയുടെ 3D ഗ്ലാസ് വെച്ച് നോക്കി, അമ്മയുടെയൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് പ്രൊവൈഡ് ചെയ്ത 3D ഗ്ലാസ്സുകൾക്കായിരുന്നു പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നെങ്കിൽ 3D ഗ്ലാസ് മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ 3D ഗ്ലാസ് പൊട്ടിയിരിക്കണമായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം. അത് കുറേ പറയാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്, ഞാൻ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പോയിന്റുകൾ ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തായാലും അത് സെപ്പറേറ്റ് വീഡിയോ ഇടാം. അത് വേണം, എന്നാലേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ, എന്നാലേ അവരത് എന്താ പറയുക, അത് റെക്ടിഫൈ ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്രോഡ്വേ സിനിമാസിൻ്റെ പ്രത്യേകത, ഞാനാണെങ്കിൽ ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 2 മണി എന്തോ ആയി. അതുകൊണ്ട് തന്നെ അവിടെ വേറെ സ്റ്റാഫും ഉണ്ടായിരുന്നില്ല എനിക്ക് സംസാരിക്കാനായിട്ട്. 2 മണി എന്തോ ഭയങ്കര ലേറ്റായി. അതുകൊണ്ട് അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. സ്റ്റാഫ് ആകേണ്ടത് ക്ലീനിങ് സ്റ്റാഫാണ്. അതുകൊണ്ട് അവരോട് എനിക്ക് ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നിരിക്കുക. കാരണം ബ്രോഡ്വേ പോലൊരു അൾട്രാ പ്രീമിയം മൾട്ടിപ്ലക്സിൽ നിന്ന് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കേസിൽ കിട്ടിയതുള്ളത്. ഞാൻ ബ്രോഡ്വേയിൽ 10ന് മുകളിൽ സിനിമകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഞാൻ ഒരിക്കലും ഇതുണ്ടാവുമെന്ന് വിചാരിച്ചത് പോലില്ല. എന്നിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് വന്നു. ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. എന്തായാലും ഇനി വരാൻ പോകുന്ന ഷോകൾക്കോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സിനിമകൾക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ഒരു ക്രിറ്റിസമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കുണ്ടായ ഗ്രീവിയൻസാണ് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാൻ പോകുന്നത്. ഒരു റാൻഡ് ആയിരിക്കില്ല അതെന്തായാലും. അപ്പോൾ കാരണം എനിക്ക് ബ്രോഡ്വേ നല്ല വിശ്വാസമുണ്ട്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരുത്തും എന്നുള്ള ഇതുവരെയുള്ള എനിക്ക് അവരായിട്ടുള്ള ഇൻട്രാക്ഷനിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എന്തായാലും ഞാൻ അവരെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ഇഷ്യൂ എനിക്കുണ്ടായത്. ആ ഒരു പർട്ടിക്കുലർ സമയം എനിക്ക് അറിയിക്കാൻ പറ്റില്ല, കാരണം ടൂറിലാണ്, പിന്നെ അത് രാത്രിയാണ്. എനിക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല. കാരണം ഞാൻ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു തിയേറ്ററിൽ എനിക്കുണ്ടായ പ്രശ്നത്തിൻ്റെ പിന്നാലെ എനിക്ക് പോയി എൻ്റെ ടൂർ കൊളാക്കാനും പറ്റില്ല. മനസ്സിലായില്ല? അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഉടനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഈ മൂവി നല്ലതായിരുന്നെങ്കിലും എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നല്ല തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു അറ്റ്മോസ് തിയേറ്റർ വിത്ത് നല്ലൊരു അത്യാവശ്യം നല്ല 3D മോഡുലേറ്ററൊക്കെ യൂസ് ചെയ്യുന്ന നല്ല 3D ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന തിയേറ്റർ ഉണ്ടെങ്കിൽ അവിടെ കാണാമെന്ന് ഞാൻ പറയും. എങ്ങനെയാണ് നല്ല 3D ഗ്ലാസ് സെലക്ട് ചെയ്യേണ്ടത്, എവിടെ എങ്ങനത്തെ മോഡുലേറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. അതും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ദിസ് IMAX experience was not that great due to the bad 3D glass provided. പക്ഷേ സിനിമ നല്ലതായിരുന്നു. സിനിമ എനിക്ക് വർക്കായി. എൻ്റെ വീട്ടുകാർക്കും സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്കും വൈഫിനും എല്ലാവർക്കും, അനുപയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ ഒരു ക്യാരക്ടറിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഗ്രോഗു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഗ്രോഗു ഇസ് ദ താരം ഓഫ് ദിസ് മൂവി. അറ്റ് ദ സെയിം ടൈം പെഡ്രോ പാസ്കലിനെ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഹി ഹാസ് ഡൺ എൻ അമേസിങ് ജോബ്. പക്ഷേ ഗ്രോഗു സ്റ്റോൾ ദ ഷോ, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഡയറക്ഷൻ വൈസും ഒക്കെ രസമായിരുന്നു. സംഭവം ഒരു നല്ലൊരു വൈബാണ് കിട്ടിയത്. പിന്നെ ചില ആക്ഷൻ സെറ്റ് പീസ് ഉണ്ട്, എൻ്റെ മോനെ അത് അടിപൊളിയാണ്. പിന്നെ ഒരേ തവണ ഇവർ ആ ഒരു ഹൈപ്പർസോണിക് സ്പീഡിലേക്ക് പോകുമ്പോഴുള്ള സീൻസ്, അത് IMAX-ൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിപ്പോയത് ഇത് 3D അല്ലാതെ 2D ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ എന്ത് രസമായിരുന്നതെന്നൊക്കെ ഫീൽ ചെയ്തു. അത് എടുത്തറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവെൽ ടൈമിൽ ഈ സിനിമയുടെ ഇൻ്റർവെല്ലിൽ ഒഡീസിയുടെ ട്രെയിലർ കാണിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ട്രെയിലർ വന്നു, അതുപോലെ തന്നെ മറ്റു സാധനം വാരണാസി ട്രെയിലർ ഇട്ടു. എൻ്റെ മോനെ അതൊക്കെ 2Dയിൽ വിഷയമായിരുന്നു. ഡൂൺ പാർട്ട് 3യുടെ ട്രെയിലർ ഇട്ടു. അതൊക്കെ വേറെ ലെവലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സെറ്റിങ്സും ഇതിൻ്റെ DCPയും ഇതിൻ്റെ 3D പ്രോബ്ലം ആയിരുന്നു എന്നുള്ളത്. 3D ഗ്ലാസ് വെച്ച് കാണുന്നതിൻ്റെ ഇഷ്യൂ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം മറ്റുള്ള എല്ലാ സംഭവങ്ങളും 3D അല്ലാത്ത ട്രെയിലറായിരുന്നു, 2D ട്രെയിലറായിരുന്നു. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, വേറെ ലെവലായിരുന്നു.
അപ്പോഴും സ്ക്രീനിൽ ഇപ്പോൾ മഴക്കാലമാണെന്നുകൊണ്ട് മഴക്കാലത്തിൻ്റെ പ്രോബ്ലമായിട്ട് സ്ക്രീനിൽ നല്ല കറയുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ടൈമായി എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയുന്നു. എന്തായാലും അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കുറച്ച് റൂയിനായി. പക്ഷേ ദ മൂവി വാസ് വെരി എൻജോയബിൾ ആൻഡ് വെരി എൻ്റർടൈനിങ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. അതേസമയം നാളെ ചൊവ്വാഴ്ച കൊച്ചി ഐമാക്സ് വിത്ത് ലേസർ, അധികം പേർക്ക് അറിയോ എന്നറിയില്ല, എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പക്ഷേ ചിലർക്ക് ഇപ്പോഴും മനസ്സിലേക്ക് രജിസ്റ്റർ ആയിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കേരളത്തിൽ ആകെ ഒരേ ഒരു ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ ഉള്ളൂ, അത് കൊച്ചിയാണ്. ട്രിവാൻഡ്രം ഐമാക്സ് ഒരു ഡ്യുവൽ സീനോൺ എന്നെ സംബന്ധിച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഐമാക്സ് ആണ്. അത്രയും പഴക്കേറിയ ഒരു പ്രൊഡക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഐമാക്സ് ആണ്. അത് ഐമാക്സ് വിത്ത് ലേസർ അല്ല, കൊച്ചി ആണ് ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ ആയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആകെ 4 ഐമാക്സ് വിത്ത് ലേസർ വെന്യൂസ് മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നെക്സസ് ഫോറം മോൾ ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ, ചെന്നൈയിൽ പലാസോ ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ, അതുപോലെ തന്നെ കൊച്ചിയിൽ ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ, കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസ് ഐമാക്സ് വിത്ത് ലേസർ വെന്യൂ. അതിനകത്ത് കൊച്ചി ഒഴികെ ബാക്കി 3 12 ചാനൽ സ്പീക്കർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ ഈ പറഞ്ഞ വെന്യൂസിൽ കാണാൻ മാക്സിമം ശ്രമിക്കുക. അതും അല്ലെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഗോ വാച്ച് ദിസ് മൂവി ഇൻ ഡോൾബി സിനിമ വെന്യൂ. അവിടെ ഒരേ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ 50 മിനിറ്റോളം എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഫുട്ടേജ് വരുന്നുണ്ട്. അത് ഐമാക്സ് കെയർ ലെവലായിരുന്നു. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഒരിക്കലും ഡോൾബി സിനിമ കാണാൻ പറ്റില്ല, കാരണം അത് എക്സ്ക്ലൂസീവ് ടു ഐമാക്സ് വെന്യൂസ് മാത്രമാണ്. അതിപ്പോൾ സീനോൺ ആയാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പാൻഡഡ് 53 മിനിറ്റ് ഒരു 1.90:1 ഫുട്ടേജ് കാണാൻ പറ്റും. അത് വേറെ ലെവലായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നത് വാച്ച് ദിസ് മൂവി ഇൻ ഡോൾബി സിനിമ ഓർ LED വെന്യൂ. LED വെന്യൂവിൽ സ്കോപ്പ് ആയാലും ഫ്ലാറ്റ് ആയാലും ഒന്നും ഒരു വിഷയമല്ല. ബ്ലാക്ക് ബാർ ഒട്ടും കാണാൻ തന്നെ പറ്റില്ല. ഡോൾബി സിനിമയിലാണെങ്കിലും വളരെ ബെയർലി നോട്ടീസബിൾ അവസ്ഥയായിരിക്കും. അപ്പോൾ AMP സിനിമാസ് കബാലി, അല്ലു സിനിമാസ് ഹൈദരാബാദ്, LA സിനിമാസ് തൃച്ചി, ഈ ഇടങ്ങളിലാണ് സൗത്ത് ഇന്ത്യയിൽ ഡോൾബി സിനിമാസ് വെന്യൂ ഉള്ളത്. നമ്മളിവിടെ EVM കൊച്ചി ഫോർട്ട് കൊച്ചി തിയേറ്റർ ഓപ്പൺ ആകും ഈ കൊല്ലം തന്നെ അവസാനം എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഡിലേ ആയി, കുറച്ചധികം ഡിലേ ആയി. ഏപ്രിലിൽ തുടങ്ങാൻ നിന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അവതാർ 3 വെച്ച് ലോഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നടന്നില്ല. എന്നാൽ ഈ ഡിസംബറിലെങ്കിലും കാര്യങ്ങളൊക്കെ റെഡിയായി മൊത്തം തീർപ്പായി തിയേറ്റർ തുറക്കുമെന്ന് വിചാരിക്കുന്നു. കളി മാറാൻ പോവുകയാണ്. എന്തായാലും ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവീസ് ഇക്കൊല്ലം ഒരുപാടുണ്ട്. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. ഇനി എൻ്റെ ഏറ്റവും ഞാൻ ഉറ്റുനോക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഹീമാൻ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ആണ്. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു PLF പടമൊന്നും അല്ല. പക്ഷേ ഡോൾബി സിനിമ വെന്യൂവിൽ അത് പ്ലേ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം. അത് ഐമാക്സ് മൂവി അല്ല. അപ്പോൾ ഇനി ഐമാക്സിൽ നല്ലൊരു അടിപൊളി വിഷയം മൂവി എന്നുള്ള രീതിയിൽ വരാനിരിക്കുന്ന ഒന്ന് ഡിസ്ക്ലോഷർ ഡേ എന്ന് പറഞ്ഞ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പടമാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫൈറ്റർ ഉണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ, ഡ്യൂൺ പാർട്ട് 3 വരാനുണ്ട്, ഒഡീസി വരുന്നുണ്ട് ജൂലൈയിൽ. അപ്പോൾ അതൊക്കെയാണ് ഐമാക്സ് പടങ്ങൾ. അപ്പോൾ ഇനി വരാതിരിക്കുന്ന ഐമാക്സ് പടങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം. എന്തായാലും ദിസ് എക്സ്പീരിയൻസ് ആസ് എൻ ഐമാക്സ് 3D എക്സ്പീരിയൻസ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ്. പക്ഷേ ദിസ് മൂവി ആസ് എ മൂവി ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇറ്റ് വാസ് വെരി ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.